സിസ്റ്റർ പ്രീതിയാണ് ഒന്നാം പ്രതി, സിസ്റ്റർ വന്ദന രണ്ടാം പ്രതിയാണ്. നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമപ്രകാരം 10 വർഷം വരെ ശിക്ഷ ലഭിക്കാം. മനുഷ്യക്കടത്തും സംശയിക്കുന്നുവെന്ന് എഫ്ഐആറിൽ പറയുന്നു. അതേസമയം കന്യാസ്ത്രീകൾ ഇന്ന് ജാമ്യാപേക്ഷ നൽകില്ല. പാവപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളുന്നവർക്ക് നീതി വേണമെന്ന് സിസ്റ്റർ പ്രീതിയുടെ കുടുംബം ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചു. ർക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണ്, കഷ്ടപ്പെടുന്ന സിസ്റ്റേഴ്സാണ്. അവർ രണ്ടുപേരുമാണ് ഇപ്പോൾ തുറങ്കിൽ അടക്കപ്പെട്ടിരിക്കുന്നത്. അതും കാരണങ്ങളില്ലാതെ, അവരുടെ ഭാഗത്ത് തെറ്റില്ലാതെയാണ്. കാരണം അവർ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ പോലും അതിനെ അവരാരും ചെവിക്കൊണ്ടില്ല. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ അവസ്ഥയിലേക്ക് വന്നത്. അപ്പോൾ നീതി കിട്ടണം, അത്രയേ ഉള്ളൂ. കാരണം നീതി ആരുടെ പക്ഷത്താണോ ആ നീതി കിട്ടിയിരിക്കണം. കാരണം ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഒരു ക്രിസ്ത്യാനി എന്ന രീതിയിൽ ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് നീതി കിട്ടുമെന്നുള്ളത്. ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ് അവർ ഈ സാക്ഷ്യം വഹിക്കുന്നത്. എന്തായാലും നീതി കിട്ടി തന്നെ ഇരിക്കും. ഏതെങ്കിലും തരത്തിൽ അവിടുന്ന് വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ? അതേസമയം വിഷയത്തിൽ പാർലമെന്റ് പ്രക്ഷുബ്ധമായി. കേരള എംപിമാരുടെ അടിയന്തര പ്രമേയ നോട്ടീസുകൾ ഇരുസഭകളും തള്ളി. വിവരങ്ങളുമായി ശരത് ലാലുണ്ട്. ശരത്ത്, വലിയ ജനാധിപത്യ ധ്വംസനമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ സിസ്റ്റർമാർക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയെന്ന വാർത്തകളാണ് വരുന്നത്. ആൻഡ്രൂസ് താഴത്തിന്റെ ബൈറ്റ് നമുക്ക് ഈയിടെ കുറച്ചു മുൻപായി ലഭിക്കുകയും ഉണ്ടായി. സഭ പ്രക്ഷുബ്ധമാണ് ഈ വിഷയത്തിലും. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിഷേധമാണ്, വിഷയത്തിലാണ് പ്രതിഷേധമുണ്ടായിരിക്കുന്നത്. കാരണം വളരെ ഒരു ചർച്ച നടക്കേണ്ടിയിരുന്ന ഒരു പാർലമെൻ്റ് ആയിരുന്നു ഇത്, ഓപ്പറേഷൻ സിന്ദൂർ. എന്നാൽ ഈ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ ചർച്ച പോലും നീട്ടിവെക്കപ്പെടുന്ന ഒരു പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ പാർലമെൻറ്റ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. കേരളത്തിലെ കോൺഗ്രസ് എംപിമാരും അതുപോലെ ലെഫ്റ്റ് എംപിമാരും ഇടത് എംപിമാരും വെവ്വേറെയാണെങ്കിൽ പോലും ശക്തമായിട്ടാണ് പാർലമെൻറ്റ് പ്രതിഷേധിച്ചത്. തങ്ങൾ കൊണ്ടുവന്ന ബാനറുകളും അതേപോലെ തന്നെ പ്ലക്കാർഡുകളും നടുത്തളത്തിലേക്ക് കീറിയെറിഞ്ഞാണ് കേരളത്തിൽ നിന്നുള്ള IB ഈഡൻ അല്ലെങ്കിൽ ആന്റോ ആന്റണി തുടങ്ങിയ എംപിമാർ ഈ നടപടിക്കെതിരെ പ്രതിഷേധിച്ചത്. പ്രധാനമന്ത്രിക്കെതിരെയും അതേപോലെ തന്നെ അമിത്ഷാക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു കേരള എംപിമാരുടെ പാർലമെൻറ്റിലെ ലോക്സഭയിലെ നടുത്തളത്തിലെ പ്രതിഷേധം. ഏതായാലും ഇത്ര ശക്തയോടെ ഈ അടുത്ത് കേരള എംപിമാർ പ്രതിഷേധിച്ചിട്ടില്ല. പാർലമെൻറ്റിൽ 10 മണിക്കും 10:30 മണിക്കും 2 ധർണ നടത്തിയ ശേഷമാണ് ആദ്യത്തെ ധർണ UDF-ൻ്റെത്, അതിനുശേഷം LDF-ൻ്റെത്. പ്രത്യേകം ധർണ നടത്തിയിട്ടാണ് ഈ എംപിമാർ പാർലമെൻറ്റിനകത്തേക്ക് പ്രതിഷേധം നടത്തിയത്. ഏതായാലും കടുത്ത ഭാഷയിൽ തന്നെയാണ് ഈ നടപടിയെ എംപിമാർ പിന്നീട് അപലപിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ട് പാർലമെൻറ്റ് ചർച്ച തുടർന്നാലും ഇല്ലെങ്കിൽ ഈ വിഷയത്തിൽ തുടർന്നും പാർലമെൻറ്റിൽ പ്രതിഷേധിക്കും, പാർലമെൻറ്റിൽ അടിയന്തര പ്രമേയത്തിന് വേണ്ടി നോട്ടീസ് നൽകുമെന്ന് തന്നെയാണ് ആന്റോ ആന്റണി MP അല്പസമയം മുമ്പ് മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കിയത്. ഏതായാലും ഈ കാര്യത്തിൽ അഖില വളരെ ശക്തമായ പ്രതിഷേധമാണ് പാർലമെൻറ്റ് ഇന്ന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. കടുത്ത വകുപ്പുകളാണ് കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. വിഷയത്തിൽ സഭ പ്രക്ഷുബ്ധവുമാണ്. ശരത് ലാലാണ് വിവരങ്ങൾ നൽകിയത്.